ഞാൻ തൊൽഹത്ത് റോയൽ കസ്റ്റമേഴ്സ് കാവന്നൂർ. ഇന്നത്തെ വീഡിയോ നമ്മുടെ പുതിയ വണ്ടിയുടെ ജെ സീരീസ് പ്ലാറ്റ്ഫോമിൽ വരുന്ന അതേമാതിരി പുതിയ മോഡൽ വരുന്ന വണ്ടികളുടെ ഒരു പ്രൈസ് ലിസ്റ്റാണ്. 350, 440, 450 റേഞ്ചിൽ വരുന്ന കോഴിക്കോട് ഷോറൂമിലെ ഷോറൂം പ്രൈസ് അല്ല, ഓൺ റോഡ് പ്രൈസാണ്. നിങ്ങൾക്ക് എത്രയാണ് അതിന് വില വരിക എന്നുള്ളതും അത് ഏത് വണ്ടിയും ആപ്റ്റ് ആവുമെന്നുള്ള ചെറിയൊരു വിവരണമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് സ്റ്റാൻഡേർഡ് റോയൽ എൻഫീൽഡ് എന്ന വണ്ടിയുടെ റോയൽ എൻഫീൽഡ് എന്ന ബ്രാൻഡിൻ്റെ തുരുപ്പിച്ചിട്ട് എന്ന് പറയുക. അതായത് അന്നും ഇന്നും എന്നും അറിയപ്പെടുന്ന ഒന്നാണ് ബുള്ളറ്റ് എന്ന് പറഞ്ഞ മോഡൽ. ആ ബുള്ളറ്റ് എന്ന ലേബിളിൽ ഇറങ്ങുന്നൊരു വണ്ടിയാണ് ബുള്ളറ്റ് 350 കേട്ടോ. ബുള്ളറ്റ് എന്ന നെയിമിൽ ഇറങ്ങുന്ന ഒരു വണ്ടി ബുള്ളറ്റ് 350 ആണ്. സ്റ്റാൻഡേർഡ് റെട്രോ സ്റ്റൈൽ പൂർണ്ണമായും എല്ലാവരും കീപ്പ് ചെയ്തുകൊണ്ട് ഇറക്കിയിട്ടൊരു വണ്ടിയാണ്. അതിൽ 3 സെഗ്മെൻറ്റാണ് വരുന്നത്. ബുള്ളറ്റ് 350 സ്റ്റാൻഡേർഡിന് വരുന്നത് സീരീസ് 248 രൂപ, 2,48,000 രൂപയാണ് ശരിക്കും ഷോറൂം പ്രൈസ്. ഷോറൂം പ്രൈസ് അല്ല, ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ചെറിയ ഡിഫറൻറ്റ് പ്രതീക്ഷിക്കാം കേട്ടോ. അവിടെയും ഡിസ്ട്രിക്റ്റും അനുസരിച്ച് ഇൻഷുറൻസിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും അനുസരിച്ച് ചെറിയ ഡിഫറൻറ്റ് എന്തായാലും പ്രതീക്ഷിക്കുക. അത് വലുതായിട്ടൊന്നും ഉണ്ടാവില്ല. 2,48,566 രൂപയാണ് കോഴിക്കോട് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. 350 സ്റ്റാൻഡേർഡ് സീരീസിന് വരുന്നത് കേട്ടോ. പിന്നെ 2000 ബുള്ളറ്റ് 350 മിലിറ്ററി സീരീസ് തന്നെ വരുന്നുണ്ട്. സ്റ്റിക്കർ ടാങ്കിന് ഒരു സ്റ്റിക്കർ മാതിരി, അത് എനിക്ക് വലിയൊരു വൃത്തിയായിട്ട് തോന്നിയിട്ടില്ല. സ്റ്റിക്കറൊക്കെ ഒരു അഭംഗിയായിട്ട് നമ്മൾ എന്തോ ഒരു ആഫ്റ്റർ മാർക്കറ്റ് സ്റ്റിക്കർ ചെയ്ത മാതിരിയൊക്കെ തോന്നിയിട്ടുണ്ട്. ആ ഒരു മാച്ച് ആവാത്ത രീതിയിലാണ് സ്റ്റിക്കറിങ് വന്നിരിക്കുന്നത് ടാങ്കിൽ. എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. ആ സീരീസ് വരുന്നത് 2,22,461 ഷോറൂം പ്രൈസ് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള വണ്ടി എന്ന് പറഞ്ഞാൽ ബുള്ളറ്റ് 350 വരുന്ന വണ്ടി അത്യാവശ്യം കുഴപ്പമില്ലാതെ, പിന്നെ ഡിസൈനുള്ള സ്റ്റിക്കർ വൈസൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടിയാണ്. പിന്നെ ബുള്ളറ്റ് 350 ബ്ലാക്ക് ഗോൾഡിന് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഭംഗിയുള്ള വണ്ടിയാണ് കാണാനൊക്കെ. സ്റ്റാൻഡേർഡ് നല്ല ടാങ്കിൻ്റെ ആ ഒരു മോണോഗ്രാമാണ്, നല്ല ഭംഗിയുണ്ട്. അതിനനുസരിച്ച് ചെറിയൊരു മാറ്റവും വണ്ടിക്കുണ്ട്. 2,48, 2,50 അടുത്ത് വരെ വരുന്നുണ്ട് ഓൺ റോഡ് പ്രൈസ്. 2,48,987 വില വരുന്നത് കേട്ടോ. അത്യാവശ്യം ഒരു പിന്നെ കുഴപ്പമില്ലാത്ത വണ്ടിയാണ്. കുഴപ്പമില്ലാതെ ഭംഗിയില്ല, കോസ്മെറ്റിക് വൈസ് കുറച്ച് നല്ലൊരു ഭംഗിയുള്ള വണ്ടിയാണത് കേട്ടോ. അപ്പോൾ സ്റ്റാൻഡേർഡ് ഏതൊരു വണ്ടി എടുക്കുകയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എൻജിന് യാതൊരു മാറ്റമില്ല, ടോർക്കിന് യാതൊരു മാറ്റമില്ല, ഹൈ സ്പീഡിന് യാതൊരു മാറ്റമില്ല, ഒരു മാറ്റങ്ങളും ഇല്ല. അതായത് സെയിം എൻജിനാണ് റോയൽ എൻഫീൽഡ് J1 പ്ലാറ്റ്ഫോമിൽ ഇറക്കുന്ന വണ്ടികൾക്കല്ല ഉള്ളത്. അത് മനസ്സിലായി. നിങ്ങളെ ബോഡിക്ക് ഏതാണല്ല, നിങ്ങൾക്ക് ഏതാണ് കംഫർട്ട്, നിങ്ങൾ ഏത് പർപ്പസ് ഉപയോഗിച്ചാണ് വണ്ടി എടുക്കുന്നത്. ലോങ് റൈഡിനാണോ, സ്ഥിരമായിട്ട് ലോങ് ആയിട്ട് ഓടേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ചെറിയ ഷോർട്ട് റൈഡാണോ, അല്ലെങ്കിൽ ഓഫീസിൽ പോയി ചെറിയ ഷോർട്ട് റൈഡ് ഉപയോഗിക്കുന്ന വണ്ടിയാണ്, അതിനനുസരിച്ച് വണ്ടി എടുക്കുക കേട്ടോ. അപ്പോൾ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ലോങ് റൈഡിന് ഉപയോഗിക്കാൻ പറ്റിയൊരു വണ്ടിയാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ ഒരു ഹാൻഡ്ലിംഗ്, അതിൻ്റെ സീറ്റിംഗ് ഒക്കെ കുഴപ്പമില്ലാത്ത സീറ്റിംഗ് ആണ്. പിന്നെ വരുന്നത് നമുക്ക് ബുള്ളറ്റ് ക്ലാസിക്കാണ്, റെഡിഷ് സീരീസിൽ വരുന്നത്. അത് 2,45,701 വില വരുന്നത്. ഞാൻ പറഞ്ഞ ഏത് വണ്ടി എടുക്കാൻ മുമ്പ് സ്റ്റാൻഡേർഡ് ക്ലാസിക് UC പോകുമ്പോൾ സ്റ്റാൻഡേർഡിന് ക്രാങ്ക് വെയിറ്റ് കൂടുതലുണ്ട്, പിന്നെ ക്ലാസിക്കിന് ക്രാങ്ക് വെയിറ്റ് കുറവാണ്, ലോൻ്റെ ടോർക്ക് കുറവാണ്, ലോൻ്റെ ടോർക്ക് കൂടുതലാണെന്നുള്ള വിഷയങ്ങളും ജെ സീരീസ് ഉദിക്കുന്നതല്ല. ഞാൻ പറഞ്ഞ നിങ്ങളുടെ ബോഡിയായിട്ട് ഏതാണ് റിലാക്സ് റൈഡിങ്ങിലുള്ള വണ്ടി സെലക്ട് ചെയ്യുക. അപ്പോൾ 2,45,701 അതിൽ വരുന്ന വില. മെഡലിൻ ബ്രോസോൺ എന്ന് പറഞ്ഞൊരു മോഡൽ കളർ വരുന്നത് അത്യാവശ്യം ഭംഗിയുള്ള വണ്ടിയാണ്. കോസ്മെറ്റിക്കിൽ അത്യാവശ്യം ഒരു ചേഞ്ചുള്ള വണ്ടിയാണ് വരുന്നത്. 2,71,215 വരുന്നുണ്ട് വണ്ടി കേട്ടോ. 2,71,215 ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഇത് കോസ്മെറ്റിക് നിങ്ങൾക്ക് ഏതാണ് ഭംഗിയേക്കാളും കൂടുതൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എപ്പോഴും കംഫർട്ടിന് പ്രാധാന്യം നൽകുക. പിന്നെ എമറാൾഡ് ഗ്രീൻ വരുന്നുണ്ട് കളർ ഇപ്പം റോയൽ ക്ലാസിക്കിൽ. അതിന് 3,3 വില വരുന്നുണ്ട്. അതിന് കുറച്ച് ക്ലാസിക്കിൽ ഏറ്റവും ഒരു ഹൈ എൻഡ് റേഞ്ചാണെന്ന് തോന്നുന്നു. 3,3,765 വരുന്നത്. അതാണ് ക്ലാസിക് റേഞ്ചിൽ വരുന്നത്. 3 വിലയുള്ള 2,45 വരുന്നത്, 2,71 വരുന്നത്, പിന്നെ 3,04,000 രൂപ തന്നെ വരുന്നുണ്ട് കേട്ടോ ഏറ്റവും ടോപ്പിൻ്റെ മോഡലിന്. പിന്നെ ഒരു സ്റ്റാർട്ടിങ് മോഡൽ എന്ന് പറഞ്ഞാൽ ഹണ്ടറാണ്. ഏറ്റവും കൂടുതൽ റോയൽ എൻഫീൽഡിന് ഏറ്റവും വില കുറഞ്ഞ ചീപ്പസ്റ്റ് വണ്ടി എന്ന് പറയാം ഹണ്ടറിനെ. കുഴപ്പമില്ല, യങ്സ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ എടുത്ത് ഉപയോഗിക്കുന്നതും ആളുകൾ കൂടുതലും ഇപ്പോൾ മാർക്കറ്റിലുള്ള വണ്ടിയും റോട്ടിലുള്ള വണ്ടി ഹണ്ടറാണെന്ന് തോന്നുന്നു. കാരണം ഞാൻ എപ്പോഴും പറയുന്നു ഹണ്ടർ എന്നുള്ള യങ്സ്റ്റേഴ്സിന് മാത്രം പറ്റിയിട്ടുള്ളൊരു വണ്ടിയാണ്. കോളേജ് പിള്ളേർക്ക് ഉപയോഗിക്കുന്ന വണ്ടി എന്നു പറയാം. അത് ആ ഒരു റൈഡിങ് പൊസിഷനൊക്കെ അങ്ങനെയാണ്. ഒരിക്കലും ഒരു ലോങ് റൈഡിന് പറ്റിയ ഒരു ആപ്റ്റായ വണ്ടി അല്ല ഹണ്ടർ. അപ്പോൾ ഒരിക്കലും സ്ഥിരമായിട്ട് ബുള്ളറ്റ് കൊണ്ട് ലോങ് ഉപയോഗിക്കണോ, ലോങ് ആയിട്ട് 50-60 കിലോമീറ്ററൊക്കെ ഡെയിലി യാത്രയിൽ ഒരിക്കലും ഹണ്ടർ എടുക്കാതിരിക്കണം നന്നാവുക. അത് പ്രൈസ് ലോ ആയത് കൊണ്ട് എന്ന് കരുതിയിട്ട് നമ്മൾ കംഫർട്ടിന് മറന്നുകൊണ്ട് പ്രൈസ് നിങ്ങൾ നോക്കരുത്. നമ്മളെ ലൈഫാണ്, നമ്മൾ കംഫർട്ടാണ് ഏറ്റവും പ്രധാനം. അത് ചെറിയൊരു പ്രൈസ് കൂടുതലും കുറവ് നോക്കിയിട്ട് നമ്മളെ വണ്ടി എടുക്കാൻ തീരുമാനിച്ചാൽ കംഫർട്ടിൽ വണ്ടി എടുക്കുക. അതല്ലെങ്കിൽ കുറച്ച് നേരം എടുത്ത് വണ്ടി പെട്ടെന്ന് മാറ്റേണ്ടി വരും. അപ്പോൾ ഹണ്ടറിൻ്റെ റിയോ വൈറ്ററിൻ്റെ മോഡലിന് വരുന്നത് മിഡ് സീരീസിൽ വരുന്നത് 2,21,804 ഓൺ റോഡ് പ്രൈസ് വരുന്നത് കേട്ടോ. 2,21,804. പിന്നെ ഹണ്ടർ ടോപ്പ് സീരീസ് വരുന്നത് 2,27,629 വരുന്നത്. പിന്നെ ഫാക്ടറി ബ്ലാക്ക് വരുന്ന വണ്ടിയുണ്ട്, ബേസ് മോഡൽ വരുന്ന വണ്ടി ഹണ്ടറിൽ തന്നെ. ഹണ്ടർ റെട്രോ എന്ന് പറഞ്ഞ മോഡൽ വരുന്നുണ്ട്. അത് ബേസ് മോഡലാണ്. അത് ഓൺ റോഡ് പ്രൈസ് ആകെ 1,90,507 ഉള്ളൂ. അതായത് റോയൽ എൻഫീൽഡ് ഹണ്ടർ കാറ്റഗറിയിൽ ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് ഉള്ള വണ്ടി ഹണ്ടറാണ്. പക്ഷെ അന്ന് കരുതി നിങ്ങൾ ചാടിപ്പ് എടുക്കരുത്. ഒരുപാട് ചെറിയൊരു അന്തരം ഉണ്ടെങ്കിലും കൂടി കംഫർട്ട് മാത്രം നോക്കുക കേട്ടോ. പിന്നെ വരുന്ന ഹിമാലയൻ
452 ആണ് കേട്ടോ. അപ്പോൾ ഹിമാലയൻ പിന്നെ 385 455 വരുന്നത്. കാമറ്റ് വൈറ്റ് എന്ന് പറഞ്ഞ ഒരു കളറിൽ വരുന്ന വണ്ടിക്ക് ഹിമാലയൻ നല്ല വണ്ടിയാണ്, അഡ്വഞ്ചർ വണ്ടിയാണ്. ഇത് ഹൈവേ വണ്ടിയല്ല, ഹൈവേക്ക് കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ പറ്റൊരു വണ്ടി എന്ന് ഞാൻ പറയില്ല. അത് അഡ്വഞ്ചറും ആണ് ഏറ്റവും കൂടുതൽ പ്രധാന വണ്ടിക്ക്. അഡ്വഞ്ചർ ഇപ്പോൾ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല വണ്ടിയാണ് ഹിമാലയൻ, അത് യാതൊരു സംശയമില്ല. വേറൊരു വണ്ടി അതിനുവേണ്ടി കോമ്പറ്റീവ് ചെയ്യാൻ പറ്റിയ വണ്ടി ഇപ്പോൾ മാർക്കറ്റിൽ ഇല്ലാന്ന് തോന്നുന്നു. കാസാ ബ്രൗൺ എന്ന് പറഞ്ഞ കളർ വരുന്നുണ്ട്. അതേമാതിരി 375 646 ചെറിയ മാറ്റങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഏറ്റവും കൂടുതൽ വില വരുന്നത് ഹിമാലയൻ 452, പിന്നെ ഹാൻഡിൽ ബ്ലാക്ക് എന്ന് പറഞ്ഞ മോഡലാണ് 392 585, 391 392 റേഞ്ചിലാണ് ഓർഡർ പ്രൈസ്. ഹിമാലയ ഏറ്റവും കൂടിയ പ്രൈസ് വരുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ ഞാൻ പ്രിഫർ ചെയ്യുന്ന വണ്ടിയും ആളുകൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള വണ്ടികൾ ഉപയോഗിച്ച ആളുകൾ ഏറ്റവും പ്ലസ് പറയുന്ന വണ്ടിയെക്കുറിച്ച് നമ്മുടെ സൂപ്പർ മെറ്റിയോർ അല്ല മെറ്റിയോർ കേട്ടോ. അതിന് മെറ്റിയോറിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പക്ക തണ്ടർബേർഡിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനാണ് മെറ്റിയോർ. അപ്പോൾ തണ്ടർബേർഡിനേക്കാളും എന്ന് പറയുക കുറച്ചുകൂടി റൈഡിങ് കംഫർട്ട് വരുന്ന വണ്ടിയാണ്. അപ്പോൾ മെറ്റിയോർ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, അതായത് ലോങ് റൈഡ് ഡെയിലി ഒരു 10 50 60 കിലോമീറ്ററൊക്കെ വണ്ടി ഓടിച്ചിട്ട് ജോലിക്കൊക്കെ മറ്റേ പോണ ആളുകളാണെങ്കിൽ ഒരു സംശയം വേണ്ടെങ്കിൽ ഏറ്റവും നല്ല വണ്ടി, ഏറ്റവും യോജിക്കുന്ന വണ്ടി 350 cc മെറ്റിയോർ തന്നെയാണ്. അതല്ലെങ്കിൽ യോജിക്കുന്ന വണ്ടി എന്ന് എനിക്ക് പറയാനുള്ളത് സ്റ്റാൻഡേർഡാണ് കേട്ടോ. അപ്പോൾ മെറ്റിയോറിന് നമ്മൾ വരുന്നത് പിന്നെ സ്റ്റെല്ലർ സീരീസിൽ വരുന്ന വണ്ടിക്ക് 283 435 വരുന്നത്. ഫയർബാൾ സീരീസിൽ വരുന്ന 248 867 വരുന്നത് മെറ്റിയോറിന്. എല്ലാം തന്നെ കോസ്മെറ്റിക് ചേഞ്ച് മാത്രമുള്ള കുറച്ച് എക്സ്ട്രാ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കിയുള്ള റൈഡിങ് കംഫർട്ടിൻ്റെ കാര്യങ്ങൾ യാതൊരു മാറ്റമില്ല. പിന്നെ മെറ്റിയോർ 350 അറോറ സീരീസിൽ വരുന്നത് 288 392 പിന്നെ അതിൻ്റെ ടോപ്പ് എൻഡ് മോഡൽ വരുന്നത് കേട്ടോ. 288 വരുന്നത്. 248 മുതൽ 288 59 വരെയാണ് മെറ്റിയോറിൻ്റെ ആ സീരീസിൽ വരുന്നത്. അത് നിങ്ങൾ ഏത് വണ്ടി എടുത്താലും കംഫർട്ട് സെയിം ആണ്. ബാക്കി കുറച്ച് കോസ്മെറ്റിക് സാധനങ്ങൾ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ടാവുന്ന മാത്രമേ ഉള്ളൂ. ഹിമാലയൻ കഴിഞ്ഞാൽ വരുന്നതാണ് ഇപ്പോൾ ഒരു പുതിയ വന്നുള്ള ഗറില്ല എന്ന് പറഞ്ഞ മോഡൽ. ഗറില്ലയും ഒരു ഫൈറ്റിംഗ് ടെൻഡൻസിലൊരു വണ്ടിയാണ്. ആ ഒരു എടുത്ത് ചാടാൻ നിൽക്കുന്ന ഒരു വണ്ടീൻ്റെ വണ്ടിയാണ്. അതും എടുക്കുന്ന ആളുകൾ യങ്സ്റ്റേഴ്സ് ആ ഒരു രീതിയിൽ തന്നെയാണ് വണ്ടി എടുക്കുക. അതൊരിക്കലും ഒരു ലോങ് റൈഡിന് പറ്റിയ വണ്ടിയൊന്നുമല്ല ആ ഒരു ഗറില്ല എന്ന് പറഞ്ഞ മോഡൽ എനിക്ക് തോന്നുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഓരോ വണ്ടിക്ക് ഓരോ സെഗ്മെൻറ്റ് ഉണ്ട്. ആ സെഗ്മെൻറ്റ് അനുസരിച്ച് നമ്മൾ വണ്ടി എടുക്കുക. അതല്ലെങ്കിൽ നമ്മളെ വണ്ടി കൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടായി പോകും. 319 251 ഗറില്ല 450 ഒക്കെ വരുന്നത്. ഗറില്ലക്ക് 331 509 വരുന്നുണ്ട്. 337 639 വരുന്നത്. മൂന്ന് വേരിയൻ്റാണ് അതിൽ വരുന്നത്. അത് കളർ ചേഞ്ചിന് കോസ്മെറ്റിക് ചേഞ്ചിന് മാത്രമേ വരുന്നുള്ളൂ. 319 മുതൽ 319 വരെയാണ് ഗറില്ലക്ക് വരുന്നത് വില കേട്ടോ. ഗറില്ലക്ക് 450യുടെ സെയിം ഹിമാലയയുടെ എഞ്ചിനാണ് വരുന്നത്. 552 cc ആണ് വരുന്നത്. പിന്നെ അതിൽ വരുന്ന സ്ക്രാം 440 ആണ്. ഹിമാലയൻ്റെ ഏകദേശം കമ്പാരിറ്റീവ്ലി ശേഷം ഹിമാലയാന്ന് തോന്നുമെങ്കിലും സ്ക്രാം 440 ഒരു 10 cc 12 cc കുറവുണ്ട്. പിന്നെ ട്രെയിൽ എന്ന് പറഞ്ഞ മോഡൽ 259 317 മോഡൽ. കണ്ടാലും ഹിമാലയം തന്നെ തോന്നുള്ളൂ. ചെറിയ ഒരു ഡിഫറൻറ്റ് ഉണ്ട്, സിക്ക് ചെറിയൊരു ഡിഫറൻറ്റ് കേട്ടോ. പിന്നെ അതേമാതിരി സ്ക്രാം 440 ഫോഴ്സ് അലോയ് വീൽ എന്ന് പറഞ്ഞാൽ 289 829 259 826 വരുന്നത്. സ്ക്രാം 440ക്ക് ഫസ്റ്റ് വരുന്നത് 259 317 കേട്ടോ. 2,60,000 മുതൽ 290 വരെയാണ് ശരിക്കും സ്ക്രാമിൻ്റെ വില വരുന്നത്. പിന്നെ വരുന്നത് ഗോവൻ ക്ലാസിക്കാണ്. ഗോവൻ ക്ലാസിക് എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ വേക്കിൽ മഡ്ഗാർഡിൻ്റെ മുകളിൽ ടയറിൻ്റെ മുകളിലൂടെ മഡ്ഗാർഡ് കൊടുത്ത് സീറ്റൊക്കെ വരെ സെപ്പറേറ്റ് ആക്കി കൊടുത്തു എന്നുള്ളതാണ് ഒരു ഗോവൻ ക്ലാസിക്കിൻ്റെ ഒരു. ടയറിനൊക്കെ ഒരു വൈറ്റ് ബോർഡറൊക്കെ കൊടുത്തിട്ടുള്ളൊരു വണ്ടിയാണ്. അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയാണ്. പഴയ ഒരു റെട്രോ ഒരു ഫീൽ കിട്ടുന്നൊരു വണ്ടിയാണ് ഗോവൻ ക്ലാസിക് പറഞ്ഞ വണ്ടി. ക്ലാസിക്കിൻ്റെ ആ ഒരു സെയിം കംഫർട്ട് തന്നെ അതുണ്ടാവുള്ളൂ. പിന്നെ അത് മാത്രമല്ല ഹാൻഡ്ലിങ് ക്ലാസിക്കിൻ്റെ കംഫർട്ട് എന്നല്ല പറഞ്ഞാൽ ക്ലാസിക്കിനേക്കാൾ കംഫർട്ടുള്ള വണ്ടിയായിരിക്കും. കാരണം ഹാൻഡ്ലിങ് പക്ക ഒരു ക്രൂസർ സെഗ്മെൻറ്റിലേക്ക് വരുന്ന നല്ല പൊങ്ങിയിട്ടുള്ളൊരു ഹാൻഡിലാണ്. തണ്ടർബേർഡിൻ്റെ നല്ല ഹൈറ്റുള്ള ഹാൻഡിലാണ്. ആ ഒരു സെഗ്മെൻറ്റിൽ ഹാർലി ഡേവിഡ്സന് മുമ്പ് വന്നിരുന്നു ആ ഒരു ടൈപ്പ് ഹാൻഡിൽ. അപ്പോൾ ആ രീതിയിലുള്ള വണ്ടിയാണ്. ഫ്രീ ആയി റിലാക്സ് ആയി റൈഡ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് ഗോവൻ ക്ലാസിക് പറഞ്ഞ വണ്ടി. അതിന് വരുന്ന 3,10,393 പില്ലർ റൈഡേഴ്സിന് വലിയ കംഫർട്ട് ഫീൽ ചെയ്യേണ്ട. കാരണം പില്ലർ റൈഡേഴ്സൊക്കെ ഫ്രീ ആയിട്ട് കിടക്കുന്ന സീറ്റാണ് കേട്ടോ. അതിനൊക്കെ എക്സ്ട്രാ ആക്സസറീസൊക്കെ വെച്ച് നമ്മൾ ചെയ്യേണ്ടി വരും. സിംഗിൾ റൈഡിങ്ങിനാണ് ആ വണ്ടി ഓക്കെയാണ്. കാരണം 3,10,393 വണ്ടിക്ക് വില വരുന്നത് കേട്ടോ. അതേമാതിരി അതിന് ഗോവൻ ക്ലാസിക്കിന് തന്നെ സ്റ്റാർട്ടിംഗ് റേഞ്ച് വരുന്നത് 3,6,650. ചെറിയൊരു മാറ്റമുള്ളൂ കേട്ടോ. 3,6 പിന്നെ 681 3,10,393 ആ റേഞ്ചിലാണ് ഗോവൻ ക്ലാസിക്കിന് വരുന്ന വണ്ടി. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇതിൽ കവർ ചെയ്യുമെന്ന് തോന്നുന്നു. അപ്പോൾ കവർ ചെയ്തിട്ടില്ല എങ്കിൽ കമൻറ്റ് ചെയ്യാൻ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് തരുന്നതാണ്. ഡീറ്റെയിൽസ് എന്ത് വണ്ടിയുടെ ഏത് ഡീറ്റെയിൽസ് വേണം വാട്സപ്പ് ചെയ്താൽ അതിൻ്റെ CC അതിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്, അതിൻ്റെ ടോർക്ക് ഏത് കാര്യങ്ങൾ അറിയാൻ വാട്സപ്പ് ചെയ്യാൻ ഞാൻ ഡീറ്റെയിൽസ് തരുന്നതാണ്. പിന്നെ അതിൻ്റെ പ്രൈസും കാര്യങ്ങളും ഞാൻ പറഞ്ഞു. പ്രൈസ് ഇപ്പോഴത്തെ നിലവിൽ ഇപ്പം ഓഗസ്റ്റ് മാസത്തിലുള്ള പ്രൈസാണ് ഇങ്ങോട്ട് പറഞ്ഞിട്ടുള്ളത്. പ്രൈസ് കൂടാം കുറയാം, അതൊക്കെ
എനിക്ക് പറയാൻ പറ്റില്ല. ഇപ്പം നിലവിൽ വണ്ടി എടുക്കുന്ന ആളുകൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്തേക്കുന്ന പ്രൈസ്. അത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇപ്പം ഞാൻ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ട് പറയാം, നിങ്ങളെ കംഫർട്ട് ഏതാണോ ആ വണ്ടി എടുക്കുക. ജെ സീരീസ് പ്ലാറ്റ്ഫോം വരുന്ന വണ്ടി കേട്ടോ, അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വണ്ടി പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഭാരമായി മാറും. അത് ശ്രദ്ധിക്കുക. അടുത്ത വീഡിയോ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.